പിതാ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ നാസ്തി സ്വാതന്ത്ര്യമർഹതി. മനുസ്മൃതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പെണ്ണുങ്ങൾ കാരണമാണ്. പെണ്ണുങ്ങളില്ലായിരുന്നെങ്കിൽ ലോകത്തില്ലായിരുന്നെങ്കിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടായാലും. എന്തൊക്കെയാണ് ഇരുന്നോട് പറയണത്? സ്ത്രീകൾ ഉണ്ടായത് കൊണ്ട് 2 യുദ്ധം ഉണ്ടായി, രാമായണവും മഹാഭാരതവും. ഇന്ന് ക്രിമിനലും ഒന്നും സിവിലുവാ. പക്ഷെ 2 യുദ്ധം ഉണ്ടായത് പെണ്ണുങ്ങളാ. പല കുടുംബങ്ങളിൽ യുദ്ധം ഉണ്ടാക്കുന്നതും പെണ്ണുങ്ങളാ. പെണ്ണില്ലായിരുന്നെങ്കിൽ കാണുമായിരുന്നു. എടി, പെണ്ണുങ്ങളില്ലായിരുന്നെങ്കിൽ കല്യാണമില്ല, ഹണിമൂണില്ല, തട്ടിക്കൊണ്ടുപോകലില്ല, മാല പൊട്ടിക്കലില്ല, പീഡനങ്ങളില്ല, പിടിച്ചുപറിയില്ല, മീട്ടുമില്ല, കുട്ടികളില്ല, നഷ്ടപരിഹാര കേസില്ല. ഇവരൊക്കെ വന്നത് കൊണ്ടല്ലേ ഇത്രയും ഇടപാടുകളൊക്കെ വന്നത്. എന്റെ പൊന്നു മനുഷ്യ, പെണ്ണില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകൂല. പക്ഷെ പെണ്ണാണ് ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കണത്. എന്തിനേറെ പറയണം, മനുഷ്യന്റെ നക്ഷത്രം ഒന്ന് എടുത്തു നോക്കിക്കേ, അതിനകത്ത് മൊത്തവും പെണ്ണുങ്ങളുടെ പേരല്ലേ. അശ്വതി, കാർത്തിക, ചോതി, ചിത്തിര, രേവതി, രോഹിണി, ആതിര, എല്ലാം പെണ്ണുങ്ങളുടെ പേരാ. ഒരൊറ്റ ആണിന്റെ പേരിൽ ഒരു നക്ഷത്രം കാണിച്ചു തരാമോ? നക്ഷത്രം ഇല്ലെങ്കിൽ എന്താ, നക്ഷത്രം എണ്ണിക്കണത് പെണ്ണുങ്ങളല്ലേ. അയ്യോ, നീ അമ്പലത്തിലോട്ടൊന്നും ഞാൻ നോക്കിക്കേ. എനിക്കിപ്പോ അറിയില്ല. അമ്പലത്തിലെ എല്ലാ ചടങ്ങും പെണ്ണുങ്ങളുടെ പേരിലാണ്. പുഷ്പാഞ്ജലി, അർച്ചന, ആരാധന, അഞ്ജലി, ദേവി, ശ്രീദേവി, ലക്ഷ്മി, സീത, ദേവി, എല്ലാം പെണ്ണുങ്ങളാണ്. ഞങ്ങളും ഉണ്ട് അമ്പലത്തിൽ. എന്ത് മണി അവിടെ തൂങ്ങിക്കിടക്കണ കണ്ടിട്ടില്ലേ? അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് വന്നോനും പോനോനും അടിക്കാനല്ലാതെ വേറെന്ത് പ്രയോജനം? എന്തൊന്നും മിണ്ടാനില്ലേ? നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്ക്. ഒരു ദിവസം മനുഷ്യന്റെ വാട്സാപ്പ് തുടങ്ങണതോ അവസാനിക്കുന്നതും പെണ്ണുങ്ങളുടെ പേരില. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗുഡ് മോർണിംഗ്, മോർണിംഗ് എന്തുവാ? ഉഷ. ഈവനിങ് സന്ധ്യ, നൈറ്റ് നിശ, സ്ലീപ്പ് നിദ്ര, ഡ്രീം സ്വപ്നം, ഇതെല്ലാം പെണ്ണുങ്ങളുടെ പേരിലല്ലേ. എന്തിനേറെ പറയുന്നു? എഡ്യൂക്കേഷൻ വിദ്യ, വെൽത്ത് ധനം, പീസ് ശാന്തി, ഫുഡ് അന്നപൂർണ, അന്നയുണ്ട് പൂർണ്ണയുണ്ട്, ലവ് സ്നേഹം, ലൈറ്റ് ജ്യോതി, വിക്ടറി ജയ, സിമ്പതി കരുണ, കൈൻഡ് ദയ, ഗോൾഡ് കനകം, ആർട്ട് കല, മ്യൂസിക് സംഗീതം, ഇതെല്ലാം പെണ്ണുങ്ങളുടെ പേരിലല്ലേ. സോറി ക്ഷമ, അതും പെണ്ണ. അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. നീ വലിയ മഹത്തായ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. കല്യാണം കഴിക്കാതെ ഒരു ചെറുക്കൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവനെ ബാച്ചിലർ എന്ന് പറയും. കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ ബാച്ചിലറി എന്ന് പറയുക. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഹൗസിനോട് ചേർന്ന് നിൽക്കുന്നതാരാ? ഡോറ് വാതില് ജനല്. അയ്യേ, ഡോറും വാതിലും ജനലും ഒന്നുമല്ല. ഹൗസിനോട് ചേർന്ന് നിൽക്കുന്നത് വൈഫ്. അതാണ് ഹൗസ് വൈഫ് എന്ന് പറയണത്. അല്ലാതെ ഹൗസ് ഹസ്ബൻഡ് എന്ന് ആരെങ്കിലും പറയുമോ? എവിടെയെങ്കിലൊക്കെ ആണുങ്ങളും ഉണ്ടാകും. എങ്ങനെയൊന്നും ഇല്ല. അതിനേക്കാളും വലിയൊരു കാര്യം പറയട്ടെ. മദർ-ഇൻ-ലോ, സിസ്റ്റർ-ഇൻ-ലോ, ഫാദർ-ഇൻ-ലോ, ബ്രദർ-ഇൻ-ലോ, വൈഫ്-ഇൻ-ലോ എന്ന് ആരെങ്കിലും പറയുമോ? വൈഫാണ് ലോ. അത് ശരിയാ. കുടുംബങ്ങളിലും തീരുമാനം എടുക്കുന്നത് വൈഫാണ്. അവളുടെ തീരുമാനം അന്ത്യമായിരിക്കും, ഇല്ലെങ്കിൽ മറ്റുള്ളവന്റെ അന്ത്യമായിരിക്കും. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഐലൻഡ് ഒന്ന് എഴുതിക്കേ, അതിനകത്ത് സൈലന്റ് ആരാ? സൈക്കോളജി എന്നൊന്ന് എഴുതിക്കേ, സൈലന്റ് ആരാ? നൈഫ് എന്ന് എഴുതിക്കേ, സൈലന്റ് ആരാ? വൈഫ് എന്ന് എഴുതിക്കേ, സൈലന്റ് ആരാ? ഹസ്ബൻഡ്. എന്റെ പൊന്നു മനുഷ്യ, ആണിനെ പ്രസവിക്കണവും പെണ്ണ്, പെണ്ണിനെ പ്രസവിക്കണവും പെണ്ണ്. അപ്പൊ പെണ്ണില്ലാതെ പ്രസവമില്ല, പെണ്ണില്ലാതെ ഈ ലോകമില്ല മനുഷ്യ. തുടക്കം എന്തിനും ഏതിനും ഒരു തുടക്കം ഉണ്ടല്ലോ. അത് കുമ്പളങ്ങ ചക്ക ഒഴിപ്പിക്കാൻ വെച്ചേക്കണം. ഓ, ചക്കയ്ക്ക് ഇപ്പൊ പച്ചയല്ല, കളർ മാറി. എന്താണ് നീ ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാ എന്നെ കാത്തിരിക്കുവോ, എന്നെ ഓർത്തിരിക്കുവോ? ഇല്ലൊന്നുമില്ലല്ലോ. ഞാൻ വരുമ്പോഴേക്കും നീ വന്ന് കിടക്കണേക്കും, അല്ലെങ്കിൽ നീ ടി വി കാണണേക്കും, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കിടക്കണേക്കും. ഞാൻ കൊട്ടിക്കേറി വന്ന് വീട്ടിൽ കിടക്കണം. നമ്മുടെ സോമൻ ഉണ്ടല്ലോ, സോമൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭാര്യ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. നിങ്ങൾ ഒറ്റപ്പോക്കല്ലേ? ഒറ്റപ്പോക്ക നിങ്ങൾ ഒറ്റപ്പോക്കല്ലേ? വരെ ഞാനിവിടെ ഇങ്ങനെ കാത്തിരിക്കണോന്നോ? അവൻ പറഞ്ഞ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത്. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഒന്നും അങ്ങനെ കാത്തിരിക്കുന്നില്ല. അത് ഭയങ്കര ഇതാണ്, ഭയങ്കര കടവും കാര്യങ്ങളും കേട്ട് ആകെ പ്രശ്നം. ഇന്നാണ് അവൻ എന്റെ മനസ്സെന്റെ അടുത്ത് തുറക്കണം. ആര്? സോമന. എങ്ങനെ കടം കയറാണ്ടിരിക്കും? ഭാര്യമാരായാലേ അറിഞ്ഞും കണ്ടും വേണം നിൽക്കാനായിട്ട്. അതുപോലെയാണ് അയാളുടെ പെണ്ണുമുള്ള ജീവിക്കുന്നത്. ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങും. പക്ഷെ ഒരുങ്ങി വന്നാൽ ആനച്ചന്തോ. അങ്ങനെ ഒരുങ്ങി വന്നാൽ ഞാൻ പിന്നെ ആനയല്ല. അല്ല, എന്നാലും ഞാൻ കാണാനൊക്കെ നല്ലതാണത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും അവള് കാശ് കൊടുക്കും. പക്ഷെ അതിന്റെ ആർഭാട ജീവിതം പ്രശ്നങ്ങളാണ്.
ആർക്ക്? ബാബുവിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. അവനോട് എപ്പോൾ സംസാരിക്കുമ്പോഴും അവൻ ഇന്നലെ എന്നോട് ഫീൽ ചെയ്ത് സംസാരിച്ച് അവന് പ്രശ്നങ്ങളാണ്. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞേ, ഒരാളുടെ ജീവിതത്തില് പകുതി പ്രശ്നം തീർക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ചെന്ന് പറഞ്ഞു കൊടുത്തു. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങണം. അപ്പൊ പ്രശ്നം മാറുക. അപ്പൊ പ്രശ്നം മാറിയില്ലെങ്കിൽ എഴുന്നേറ്റ് ചോറിയിട്ടും കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നാണ്ട് ഉറങ്ങണം. അപ്പൊ ഒരു വിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറും. ഓ, നീ പറയണത് ഉച്ചവരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വരെയുള്ള പ്രശ്നം മാറും. പിന്നെ എന്നാലും പ്രശ്നമാണ്. അവന് ഇന്നത്തെ കാര്യം എന്താ വെച്ചാൽ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്ത് അത് മൊബൈലിനകത്ത് കളിയും. അവന് ഇന്ന് ചാറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞാണ് എടാ അത് ഫേക്കാണ്, നീ ചെയ്യില്ലേ എന്ന് പറഞ്ഞ. അവൻ പിന്നെയും ചാറ്റ് ചെയ്ത് വിളിച്ചിറങ്ങി വരുമോ എന്ന് ചോദിച്ചു. വിളിച്ചിറങ്ങി വരാമെന്ന് പറഞ്ഞ് അവള് പറഞ്ഞു. അവസാനം ഇപ്പം വിളിച്ച് അവൾ ഇറങ്ങി വന്നു. അത് ഭാര്യ കൈയോടെ പിടികൂടി. പെണ്ണവന്റെ ഭാര്യ ഫേക്ക് ഐഡിയയിൽ അവളാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സകല ഊളത്തരവ് അവൻ പറയുകയും ചെയ്തു. ഇമ്മാതിരിയൊക്കെ ഊളത്തരം പറഞ്ഞ പിന്നെ ആരാണ്? ഇപ്പൊ അങ്ങോട്ടും കയറാൻ പറ്റുള്ള ഇങ്ങോട്ടും കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ അവൻ നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചങ്ങോട്ട് കയറാൻ പഠിക്കും. അവൻ കുളിച്ച് ചെന്ന് കയറിയപ്പോ അവള് പറഞ്ഞു ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞ് പുറത്തു തൊട്ട് കുളത്തിൽ തന്നെ ഇരിക്കണേ. ആകെ കുളമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തൊരു ചെറ്റ പെണ്ണാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ സ്ഥലത്ത് നീ ആയിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുക? അയ്യേ, ഞാൻ അങ്ങനെയുള്ള ചെറ്റത്തരൊന്നും ചെയ്യൊന്നുമില്ല. ഞാൻ പറഞ്ഞു തറവാട്ടി പറഞ്ഞവളാണ്. അവളെ ഈ സൈസ് ഇടയിലൊന്നും അവളുടെ കയ്യിലോടില്ല. അവള് അതിനനുസരിച്ച് പെരുമാറുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? എന്തായാലും ഈ വീടും സ്ഥലമൊക്കെ എന്റെ പേരിലല്ലേ എഴുതി വെച്ചേക്കണേ. അത് ഞാനങ്ങ് ആദ്യം തന്നെ വിൽക്കും. പിന്നെ എന്നെ കെട്ടിച്ച ബാധ്യതയൊക്കെ ഞാൻ എൻ്റെ അപ്പനും കാരണന്മാർക്കൊക്കെ അങ്ങ് തീർക്കും. എന്നിട്ട് ഞാൻ പരസ്യം കൊടുക്കും പത്രത്തിൽ. എന്തെന്ന്? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹം വേർപെടുത്തിയ സുമുഖിയും സൽ സ്വഭാവിയുമായ യുവതിക്ക് വിവാഹ ആലോചന ക്ഷണിക്കുന്നു. എന്തിനാണെന്നാണ് പറയണത്? അവിടെയെങ്കിലും സത്യസന്ധത പറഞ്ഞു. ഏടാ, അതെ, അയാളുടെ ഭാര്യക്കാണോ കുഴപ്പം? നിങ്ങൾക്കാണോ? നിങ്ങളാണോ ഇനി ആ പെണ്ണുമ്പോളെന്നോട് ചാറ്റ് ചെയ്തത്? എന്നാണ് നീയാണ് നീ പ്രസവിച്ച എന്റെ മക്കളാണ്. എന്നെ പ്രസവിച്ച ഞാൻ. ഉരുണ്ട് കളിക്കല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല. അവനൊരു സങ്കടം പറഞ്ഞതുകൊണ്ട് ഞാനത് കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവന്റെ ഭാര്യനായിട്ട് അങ്ങനെ ചാറ്റ് ചെയ്യാനോ കണ്ടാ പോലും ഞാൻ മിണ്ടാറില്ല. പിന്നീട് അവന് ചാറ്റ് ഉണ്ടാക്കാൻ തുടങ്ങണം. ആ സോമന്റെ നമ്പർ ഞാൻ ചോദിച്ചോളാം. ഓമന്റെ നമ്പർ ഒന്നും എന്റെ ഇല്ല. അവന്റെ ആ നമ്പറൊക്കെ ആരാ വിളിച്ചിട്ടുണ്ട്? പെണ്ണിന്റെ നമ്പർ ഞാൻ വേറെ ആരോടെങ്കിലും മേടിച്ചോളാം. അത് 9847 ആഹാ, അപ്പൊ ബാക്കി ഞാൻ അവളോട് ചോദിച്ചോളാം. പെട്ടുപോയി. ഓലകീറിനോണ്ടാണ് ആ പാട്ടും പാടി വന്നേ. നിങ്ങൾ അടുക്കിരിക്കാനും വേണം ഒരു യോഗ. നന്നായിട്ടാ തെങ്ങ് കയറിയത് കൊണ്ട് ചൂല് കൊണ്ട് ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ തീർത്ത് സെറ്റാക്കി. എനിക്ക് വേറെ വീട്ടിൽ പണിയൊന്നുമില്ലേ? ചേച്ചിനെ സഹായിക്കാൻ വന്നത്. ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് കുസൃതി ചോദ്യങ്ങളുടെ മത്സരമുണ്ട്. ഇപ്പൊ 10 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. താൻ ചേർന്നല്ലോ. ഒന്നാം സമ്മാനം 3000 രൂപ, രണ്ടാം സമ്മാനം 2000 രൂപ, മൂന്നാം സമ്മാനം 1000 രൂപ. ആരടി കൊടുക്കണം? അഡ്മിൻ കൊടുക്കും. അപ്പൊ അഡ്മിൻ എവിടെ നിന്ന് കിട്ടും? ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? 199 പേരുണ്ട്. ആ, ഓരോരുത്തരും 100 രൂപ വെച്ചങ്ങോട്ട് ജിപേ ചെയ്താൽ മതി. പങ്കെടുക്കണവര് 100 രൂപ കൊടുക്കണം. അപ്പൊ തന്നെ 10000 രൂപ കിട്ടിയല്ലോ. ആ, പിന്നെ അഡ്മിൻ എന്തെങ്കിലും ലാഭം വേണ്ടേ? അവർക്ക് 4000, ബാക്കി സമ്മാനം 6000. ആ, കൊള്ളാം. നീ പങ്കെടുക്കണ്ട? ഞാൻ പങ്കെടുക്കണം. നിങ്ങൾ ഇവിടെ പങ്കെടുക്കും. അതെ, ചെലവുണ്ടോ? ഇല്ലടോ, ആകെ 100 രൂപ ഉള്ളത്. തനിക്ക് അടയ്ക്കാൻ പാടില്ലേ? 100 രൂപ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ലേ? കിട്ടി, അല്ലെങ്കിൽ പട്ടി. പട്ടിയാ? ചട്ടി, വീട്ടിലെ പട്ടി കേറിയാലാന്ന് ഞാൻ ആലോചിക്കണേ. നോക്ക് സമയം നോക്ക്. കുസൃതി ചോദ്യം എന്ന് പറയുമ്പോ കുഴക്കണ ചോദ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മത്സരത്തിലൊന്ന് പങ്കെടുത്താലോ ഒന്ന് ആലോചിക്കണേ. കെട്ടിയാ 3000, അല്ലെങ്കിൽ 2000, അല്ലെങ്കിൽ 1000. ചേരുന്ന 100 രൂപയല്ലേ ഉള്ളു. 100 രൂപയല്ലേ പോവുള്ളൂ. ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം. ചോദ്യം എന്തായിരിക്കും എന്നാണ് പ്രശ്നം. തലമ്പ് ചോദ്യങ്ങളായിരിക്കും എന്നാണ് പേടി. നോക്ക്, നിങ്ങൾ നോക്ക്, കേറി നോക്ക്. ഒരു വിശ്വാസമൊക്കെ വേണ്ടേ? ഉടനെ മത്സരം ആരംഭിക്കുകയാണ്. മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. വേണ്ടാത്ത വർത്തമാനമൊന്നും പറയരുത്. കറക്റ്റായിട്ട് ആൻസർ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ, സെക്കൻഡ് 2000 രൂപ, തേർഡ് 1000 രൂപ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം. 3 പേരെ ജീവിതത്തിൽ സ്ത്രീ അനുസരിക്കൂ. അതാരെ? ഞാൻ പറഞ്ഞേ. അച്ഛൻ, അമ്മ, ആങ്ങള, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ്. ഒന്ന് പോടി, അതൊന്നും അല്ല. തയ്യക്കാരൻ, ബ്യൂട്ടീഷ്യൻ, പിന്നെ ഫോട്ടോഗ്രാഫർ.
ഇവരനുസരിക്കുള്ളൂ. ഉറപ്പാണ്. പിന്നെ അല്ലാണ്ട് തയ്യക്കാരൻ, ഫോട്ടോഗ്രാഫർ, ബ്യൂട്ടീഷ്യൻ. കറക്റ്റ് ആൻസർ. ആണോ? കാര്യം ശരിയാ. വിവരമില്ലേലും 10 പൈസ കുറവാണേലും ഇവിടെ ആള് ബുദ്ധിമതിയാണ്. ഈ അടുത്ത ചോദ്യം തന്നെ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം അറിയോടി? പഴോണോ? പഴത്തെ തൊലി കളഞ്ഞാൽ അത് തന്നെയാണ് പേര്. ടൈമില്ല. വേറെന്താ? നെല്ല്. അങ്ങനെ കൊടുക്ക്. ഉറപ്പാണോ? ആ നെല്ല് തൊലി കളഞ്ഞ പിന്നെ എന്താണ്? നെല്ല്. ശരിയാണാ? അത് കറക്റ്റ്. കാശില്ലേലും കിട്ടുന്ന സാധനം. അത് പോരാ. കാശില്ലേലി കാശില്ലാതെ ഒരു പണിയും നടക്കൂല. കാശ് കൊടുത്താലേ എന്തെങ്കിലും നടക്കുള്ളൂ. കിട്ടും. കാശില്ലാതെ എന്ത് കിട്ടാനടി? കടം. കടം. ശരിയാണാ? അതും കറക്റ്റ്. അയ്യോ എന്റെ പൊന്നെ, പങ്കെടുത്തത് നന്നായി. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു സുഖം കിട്ടിയത്. അടുത്ത നോക്കി. അടുത്ത നോക്ക്. ഏറ്റവും കൂടുതൽ പുക ഏൽക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഏറ്റവും കൂടുതൽ പുകയേൽക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. പുകയേൽക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും? അറിയാൻ പാടില്ലേ? സി. സി എങ്ങനെ പുകയേക്കും? ബീഡി ഇടക്കാണ് നടക്കണത്. ബി ഡി അതിന്റെ ഇടക്കാണ് സി. വീടി വലിക്കുന്നവരുടെ കുസൃതി. പൊന്നു പോലെ നീ കുസൃതി അല്ല, നീ വല്ലൊരു തകൃതിയാണ് നീ. സി, ബീഡിയുടെ ഇടയിലാണ് സി കിടക്കണത്. ആ ഓക്കെ. ഈ അടുത്ത് അയ്യോ, ജലദോഷം വരാത്ത ഭക്ഷണങ്ങൾ. നമുക്കൊക്കെ അല്ലേ ജലദോഷം വന്നത്. ജലദോഷം വരാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജലദോഷം വന്ന് എന്താ ചെയ്യണത്? ആവി പിടിക്കും. അപ്പൊ ആവി പിടിക്കണ ഭക്ഷണം പുട്ടും ഇഡലി. ആവിലാണോ ഉണ്ടാക്കണത്? പുട്ടും ഇഡ്ഡലിയും പുട്ടും. കറക്കി പോരെ. നീ ഇവിടെ ഇങ്ങനെ മാങ്ങാണ്ടി പിടിഞ്ഞത് പോലെ ഇങ്ങനെ ഇരുന്നോ. അവള് പറഞ്ഞ കേട്ടാ, അവളെയൊക്കെ ഒന്ന് കണ്ട് പഠിക്ക്. അവൾ എത്ര സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എടി ഇത് സംഭവം നമ്മൾ 1-ാം സ്ഥാനം നേടുവട്ടെ. വേറെ ആരും അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി കുറെ നേരം അതിൽ ഉത്തരം പറയണത്. അടുത്ത ഉത്തരം ഞാൻ പറയും. ചേച്ചി പറഞ്ഞു ചേച്ചി എൻ്റെ ഭാര്യയാണ്, നീ അയൽവക്കക്കാരിയാണ്, നീ മേളിലേക്ക് അങ്ങോട്ട് കൂടുതൽ കയറുന്നു, എന്നിട്ട് അടുത്ത ഉത്തരം പറയുന്നു. അടുത്ത ഉത്തരമല്ല, അടുത്ത ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിനക്ക് പറ്റിയ സാധനമാണ് വന്നേക്കണത്. ഏറ്റവും കൂടുതൽ ചുംബനം കിട്ടുന്ന ജീവനില്ലാത്ത വസ്തു. ഫോണ്. കണ്ട, അതവക്കറിയാം. ഇഷ്ടംപോലെ കിട്ടാറുണ്ടല്ലേ? നിനക്കും കിട്ടാറുണ്ടല്ലേ? അയ്യോ എനിക്കില്ല, ഇനി എന്റെ പുറത്തോട്ട് കയറ്. ഫോൺ. അതും കറക്റ്റാണ്. അതെനിക്ക് വേണോ കാശി. മത്സരം കഴിഞ്ഞു, ഇനി ഫലപ്രഖ്യാപനമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഫലപ്രഖ്യാപനം നടക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. 1-ാം സമ്മാനം 3000, 2-ാം സമ്മാനം 2000, 3-ാം സമ്മാനം 1000. ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹനം. അപ്പൊ ആദ്യ 8ന്റെ പണി വേറെ, അത് അതിലും വലുത്. ഈ 3000 രൂപ നിങ്ങൾക്ക് കൈപ്പറ്റണമെങ്കിൽ ഞങ്ങൾ അടുത്ത അവസാനമായി ഫൈനലിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. എങ്കിൽ മാത്രമേ ഈ 3000 നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുള്ളൂ. അതൊരു വല്ലാത്ത പണിയായി. ഫസ്റ്റ് കിട്ടി, എല്ലാ ലോട്ടറി അടിച്ചവനും അവസാനം ലോട്ടറി ടിക്കറ്റ് കാണാനില്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. അതല്ല, ഇത്രയും പറഞ്ഞില്ലേ, ബാക്കി ഒരെണ്ണോടിയല്ലോ ചോദിക്കാൻ പറ. അതേ പറഞ്ഞിട്ട് തിന്നാൻ വാങ്ങിയ സാധനം വായിലേക്ക് എത്തിയാലും വയറ്റിലേക്ക് എത്തൂല. തിന്നാൻ വാങ്ങിയ സാധനം വായിലേക്ക് എത്തിയാലും വയറ്റിലേക്ക് എത്തൂല. പറഞ്ഞേച്ചി പറയടി. സമയം പോണ്, കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണേ. എല്ലാത്തിനും കിടന്ന് നീ ഭീകര ബുദ്ധിയാർന്നല്ലോ. പറ. ചവിട്ടി കുടിഞ്ഞാണ് എനിക്ക്. നിനക്ക് എവിടെ ബാക്കിയുള്ളതൊക്കെ കിട്ടിയല്ല, പിന്നെ നിനക്ക് എന്താ ഇത് കിട്ടാത്തത്? അടുത്തത് 8. ടെൻഷൻ അടിപ്പിക്കല്ലേ, എനിക്ക് കിട്ടണില്ല. പറയണെങ്കി പറ. സമയം കളാളെ എന്തെങ്കിലും ഒരു സാധനം പറയാ. നീ ആൻസർ കറക്റ്റ്. എനിക്ക് കിട്ടണില്ലെന്നേ. നിനക്ക് കിട്ടണില്ല, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. കളഞ്ഞു, സമയം കളഞ്ഞു. പോയാ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതാണ് സമയം കളഞ്ഞില്ലേ? എന്ത് കഷ്ടമാണ് ചേച്ചി. 3000 രൂപ നേടി എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്താണ്. ചേച്ചിയുടെ നഷ്ടമായി പോയി. അത് ചേട്ടന് ഭയങ്കര നഷ്ടമായി പോയിട്ട് ചേച്ചി. എടി, ഈ അഡ്മിന് ചോദ്യങ്ങൾ എഴുതി കൊടുത്ത ആരാന്നറിയോ? ആരാ? എടി ഞാനാണ്. ഞാനാണ് എഴുതി കൊടുത്തത്. ചോദിക്കണ ചോദ്യങ്ങൾക്ക് ഇവള് കറക്റ്റ് ആൻസർ പറഞ്ഞത്. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. എടി, ഇതിനൊരു നിയമം ഉണ്ടായിരുന്നു.
പങ്കെടുത്തവർക്ക് എല്ലാവരും കൂടെ 100 രൂപ ഫീസ് അടച്ചിട്ട് 10,000 രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. മനസ്സിലായാ? അതിൽ ആരും വിജയിച്ചില്ലെന്നാണെങ്കിൽ 5,000 രൂപ അഡ്മിനും 5,000 രൂപ ആയിരിക്കും. 50-50. അതാണ് ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അങ്ങനെ കൊടുത്തപ്പോൾ 5,000 അയാളുടെ അക്കൗണ്ടിൽ പോയി. 5,000 എനിക്ക് ഗൂഗിൾ പേ ആയിട്ട് കിട്ടും. നീ ഇപ്പൊ കാണിച്ചത് ഗൂഗിൾ പേ അല്ല, ഗൂഗിൾ പ്ലേയാ.